ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അപ്പോ അൽ അന്തലസിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് ശരിക്കും ഒരു അത്ഭുതങ്ങളുടെ കലവറയാണ് അല്ലേ? ആ ഒരു സുവർണ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ആരും കേൾക്കാതെ പോയ ഒരുപാട് കഥകളുണ്ട്. അങ്ങനത്തെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ആരാണെന്നറിയോ? അന്തലസിന്റെ ഖൻസാ. അങ്ങനെ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന ഹംദ ബിൻ സിയാദിന്റെ കഥ. പ്രത്യേകിച്ച് MA അറബിക്ക് പഠിക്കുന്നവർക്കും UGC നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോഴേ നമുക്കൊരു കൗതുകം തോന്നുമല്ലേ? അന്തലുസിന്റെ ഖൻസാ. വെറുമൊരു പേരല്ല ഇത്. ഇതിനു പിന്നിലെ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. ആരായിരുന്നു ശരിക്കും ഇവർ? എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെയൊരു വിശേഷണം കിട്ടിയത്? നമുക്കൊരുമിച്ച് ആ കഥയുടെ ചുരുളഴിക്കാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ആരാണ് ഈ ഹംദ ബിന്ത് സിയാദ്? അവരുടെ ഫുൾ നെയിം ഹംദ ബിന്ത് സിയാദ് അൽ മുഅദ്ദിബ്. പക്ഷെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഹംദൂന എന്നായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവരുടെ പിതാവിന്റെ പേരിന്റെ കൂടെ അൽ മുഅദ്ദിബ് എന്നൊരു വാക്കുണ്ട്. ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് അവർ ജനിച്ചു വളർന്ന ആ ഒരു പശ്ചാത്തലം അതൊരു പണ്ഡിത ലോകമായിരുന്നു എന്നുള്ളതിന് ഇതിലും വലിയൊരു സൂചന വേണ്ട. ഇനി നമുക്കൊന്ന് അവരുടെ കാലഘട്ടത്തിലേക്ക് പോയി നോക്കാം. നമ്മൾ സംസാരിക്കുന്നത് 12ാം നൂറ്റാണ്ടിനെക്കുറിച്ചാണ്. അന്തലുസിൽ മുലൂക്ക് അൽ തവായിഫ് എന്നറിയപ്പെടുന്ന കുറച്ച് പ്രക്ഷുബ്ധമായൊരു കാലഘട്ടം. ആ സമയത്ത് ഗ്രാനഡയുടെ മനോഹരമായ മണ്ണിലാണ് ഒരു അന്തലുസിയൻ കവയിത്രിയായി ഹംദ ജീവിച്ചിരുന്നത്. ഏതൊരാളുടെയും ജീവിതം, പ്രത്യേകിച്ച് ഒരു കവയിത്രിയുടെ ജീവിതം രൂപപ്പെടുത്തുന്നതില് അവരുടെ കുട്ടിക്കാലത്തിന് വലിയൊരു പങ്കുണ്ട് അല്ലേ? അപ്പോൾ ഹംദയുടെ കാര്യമെടുത്താൽ അത് ശരിക്കും അസാധാരണമായിരുന്നു. നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനം തരുന്ന ഒന്നായിരുന്നു അവരുടെ ആ വളർച്ച. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പിതാവ് തന്നെയായിരുന്നു, സിയാദ് അൽ മുഅദ്ദിബ്. അദ്ദേഹം ഒരു അച്ഛൻ മാത്രമായിരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വഴികാട്ടിയായിരുന്നു. അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമായിരുന്നു. ഇനിയാണ് ഹംദയുടെ കഥ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഭാഗത്തേക്ക് വരുന്നത്. അവരുടെ കുടുംബം, ആ കാലഘട്ടത്തിലെ ചിന്തകളെയൊക്കെ മാറ്റിമറിച്ച ഒരു കുടുംബമായിരുന്നു അത്. നല്ല വിദ്യാഭ്യാസവും സമ്പത്തുമുള്ളൊരു ഫാമിലി. പക്ഷേ അവർക്ക് ആൺമക്കളുണ്ടായിരുന്നില്ല, പെൺമക്കളും മാത്രമായിരുന്നു. സാധാരണഗതിയിൽ ആ കാലത്ത് ആളുകൾ നിരാശപ്പെട്ടേക്കാം. പക്ഷേ ഇവരങ്ങനെയല്ലായിരുന്നു. അവർ തങ്ങളുടെ പെൺമക്കളെ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിപ്പിച്ചു. എല്ലാ പ്രോത്സാഹനവും കൊടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതിന്റെ റിസൾട്ട് എന്തായിരുന്നെന്നോ? ഹംദ മാത്രമല്ല, അവരുടെ സഹോദരി സൈനബും അറിയപ്പെടുന്നൊരു കവയിത്രിയായി മാറി. ശരിക്കും അമേസിംഗ് അല്ലേ? അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിൽ അറിവിന്റെയും പ്രോത്സാഹനത്തിന്റെയും ഇടയിൽ വളർന്നു വന്ന ഹംദ എന്തിനെക്കുറിച്ചായിരിക്കും കവിതകൾ എഴുതിയിട്ടുണ്ടാവുക? എന്തായിരിക്കും അവരുടെ കാവ്യലോകം? അവർ ജീവിച്ചത് ഗ്രാനഡയിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ആ ഗ്രാനഡയുടെ പ്രകൃതി സൗന്ദര്യം അത് അവരുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ആ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, തെളിനീരൊഴുകുന്ന അരുവികൾ, പൂത്തുനിൽക്കുന്ന മരങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ കവിതകൾ. ഇതെല്ലാം അവരുടെ വാക്കുകളിലൂടെ വീണ്ടും ജീവൻ വെച്ചു. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകൾ ഭയങ്കര പേഴ്സണൽ ആയിരുന്നു, ഹൃദയത്തിൽ നിന്ന് വരുന്നവ. അറബി സാഹിത്യത്തിൽ ഇതിന് വിജ്ദാനി എന്നാണ് പറയുക. പ്രധാനമായും 2 വിഷയങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. ഒന്ന് ഗസൽ, അതായത് പ്രണയത്തെക്കുറിച്ചുള്ള തീവ്രമായ കവിതകൾ. 2 വസ്ഫ് എന്നുവെച്ചാൽ തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും ലോകത്തെയുമൊക്കെ അതിമനോഹരമായി വർണ്ണിക്കുക. ഈ 2 കാര്യങ്ങളിലായിരുന്നു അവർക്ക് പ്രാവീണ്യം. അവരുടെ കവിതയ്ക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇതൊന്ന് കേട്ടുനോക്കൂ. ഒരു പുഴയുടെ തീരത്തിരുന്ന് അവരെഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. അബാഹദ് ദമു അസ്രാരീബി വാദി ലഹുഫിൽ ഹുസ്നി ആസാറുൻ ബവാദി. അതായത്, എന്റെ കണ്ണുനീർ ഈ താഴ്വരയിൽ എന്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ എത്രയെത്ര അടയാളങ്ങളാണ് ഈ താഴ്വരയിലുള്ളത്. ഓരോ പൂന്തോപ്പിലൂടെയും ഒരു പുഴ ഒഴുകിപ്പോകുന്നു. ഓരോ താഴ്വരയിലും പൂന്തോപ്പുകൾ തഴച്ചു വളരുന്നു. എങ്ങനെയുണ്ട് ആ വാക്കുകളിലെ ആ ഒരു ഫ്ലോ, ആ വർണ്ണനയുടെ ഭംഗി? അത് ശ്രദ്ധിച്ചില്ലേ?
പക്ഷേ പ്രകൃതിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ എഴുതിയ ഒരു കവയിത്രി എന്നതിലുപരി ഹംദയെ ചരിത്രമോർക്കുന്നത് മറ്റൊരു പേരിലാണ്. അതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതെ, ആ പേരിതാണ്, ഖൻസ അൽ മഗ്രിബ്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? കാരണം വിലാപകാവ്യങ്ങൾ, അതായത് അറബിയിൽ റിസ എന്ന് പറയും, അതെഴുതുന്നതിൽ അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പണ്ട് അറബ് കവിതയുടെ തുടക്കത്തിൽ അൽ ഖൻസ എന്നൊരു കവിയത്രിയുണ്ടായിരുന്നു. തന്റെ സഹോദരങ്ങളെ ഓർത്ത് വിലപിച്ച് അനശ്വരമായ വിലാപകാവ്യങ്ങൾ എഴുതിയ ആളാണവർ. അതുപോലെ പടിഞ്ഞാറൻ ഇസ്ലാമിക ലോകത്ത്, അതായത് അന്തലുസിൽ ആ ഒരു സ്ഥാനം ഹംദക്കായിരുന്നു. ഈയൊരു കമ്പാരിസൺ നോക്കൂ, ഇതാ ബന്ധം വളരെ ക്ലിയറാക്കും. അൽ ഖൻസ ഷാഇറത്തു റിസാഇ ഫിൽ മഷ്രിഖ്, കിഴക്കിന്റെ വിലാപകാവ്യങ്ങളുടെ കവയിത്രി. അപ്പോ ഹംദയോ ഖൻസ ഉൽ മഗ്രിബ്, പടിഞ്ഞാറിന്റെ ഖൻസ. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ആ പേര് അവർക്ക് ചരിത്രം ചാർത്ത് നൽകിയതെന്ന്? അപ്പൊ ശരി, ഹംദയുടെ ലെഗസി എന്തായിരുന്നു? ചരിത്രത്തിൽ അവരെന്താണ് ബാക്കി വെച്ചു പോയത്? അവരുടെ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അവരുടെ മഹത്വം മനസ്സിലാക്കാൻ പിൽക്കാലത്ത് വന്ന പ്രശസ്ത ചരിത്രകാരനായ ലിസാനുദ്ദീൻ ഇബ്നുൽ ഖത്തീബിന്റെ ഈ വാക്കുകൾ മാത്രം മതി. അദ്ദേഹം പറയുന്നത്, ഷായിറത്താനി അദീബത്താനി മിൻ അഹ്ലുൽ ജമാലി വൽ മാൽ, അതായത് സൗന്ദര്യവും സമ്പത്തുമുള്ള രണ്ട് സാഹിത്യകാരികൾ. പക്ഷെ അത് മാത്രമല്ല, മാ സിയാനത്തിൻ മഷ്ഹൂറ വ നസാഹത്തിൻ മൗസൂക്കിൻ ബിഹ, അതായത് സ്വഭാവശുദ്ധിയുടെയും മാന്യതയുടെയും കാര്യത്തിൽ അത്രയേറെ പ്രശസ്തരായവർ. അപ്പോൾ കഴിവ് മാത്രമല്ല, നല്ല വ്യക്തിത്വവും ഹംദക്കും സഹോദരിക്കും ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവരുടെ പ്രശസ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ പേരുകൾ നോക്കിയാൽ മതി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊക്കെ ഓർത്തുവെക്കാൻ വളരെ എളുപ്പമുള്ള പോയിന്റുകളാണ്. നോക്കൂ, ഷായിറത്തുൽ അന്തലുസ്, ഷായിറത്തു ഗർനാത്വ, പിന്നെ നമ്മൾ പറഞ്ഞ ഖൻസാഉൽ മഗ്രിബ്. അതുകൂടാതെ സനാഉ ബരിയത്തുൽ അന്തലുസ് എന്നൊരു പേരുകൂടിയുണ്ട്. കിഴക്കൻ ദേശത്ത് പ്രകൃതിയെക്കുറിച്ച് എഴുതിയ പ്രശസ്തനായ കവിയായിരുന്നു അൽ സുനൗബരി. അവരുമായിട്ടാണ് ഇവിടെ ഹംദയെ താരതമ്യം ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയ സ്ഥാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഹംദയുടെ ശബ്ദം ഭാഗ്യവശാൽ നമ്മൾ കേട്ടു, ചരിത്രം അത് രേഖപ്പെടുത്തി വെച്ചു. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതുപോലെ എത്രത്ര സ്ത്രീ ശബ്ദങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയും ഇടം കിട്ടാതെ, നമ്മൾ കേൾക്കാതെ മാഞ്ഞുപോയിട്ടുണ്ടാവും. ഹംദയുടെ കഥ ഒരുപക്ഷെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ കേൾക്കാതെ പോയ, നഷ്ടപ്പെട്ടുപോയ ശബ്ദങ്ങളെ കൂടിയാണ്. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.